യാത്രയിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ, അദ്ദേഹം കയറിയ വാഹനത്തിൽ മറ്റൊരു മിഷണറിയുണ്ട്. അദ്ദേഹം വലിയ പരിചയസമ്പന്നനൊന്നുമല്ല, പ്രസിദ്ധനുമൊന്നുമല്ല. ബില്ലി ഗ്രഹാമിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹവുമായി സംസാരിച്ചു. അങ്ങനെ സംസാരം മുന്നോട്ട് നീങ്ങി, വാഹനം മുന്നോട്ട് നീങ്ങി, ബില്ലി ഗ്രഹാമിന് ഇറങ്ങാനുള്ള സ്ഥലമായി. ഞാൻ പുസ്തകം വായിച്ചത് വില്യം മാക്ഡൊണാൾഡിൻ്റെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇറങ്ങാൻ സമയമായപ്പോൾ ബില്ലി ഗ്രഹാം പറഞ്ഞു, ഞാനിവിടെ ഇറങ്ങാൻ പോവുക, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയാൾ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ഉന്നതനായ മനുഷ്യൻ ഈ മിഷണറിയോട് പറയുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഉന്നതന്മാരുടെ അടുക്കലേക്ക് ജനമെല്ലാം കൂടെ പാഴ്സലുമായിട്ട് പോവുക, എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഈ വലിയ മനുഷ്യൻ പറയുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രസം എന്നാണെന്നറിയാമോ? ഈ മിഷണറി തിരിച്ച് ബില്ലി ഗ്രഹാമിനോട് ചോദിച്ചു, അങ്ങേക്ക് വേണ്ടി എന്ത് വിഷയത്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ മിഷണറി വിചാരിച്ചു പ്രസംഗത്തിനുള്ള കൃപയ്ക്ക് വേണ്ടി. ബില്ലി ഗ്രഹാം പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ഞാൻ വിനയമുള്ളവനായിട്ടിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഉന്നതനായ മനുഷ്യൻ്റെ ആവശ്യം അതായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ വിനയമുള്ളവനായി ഇരിപ്പാൻ. ദൈവമക്കളോട് പറ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.